നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരം നേടിയാലും ജമ്മു കശ്മീരിൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിൽ വികസനം ഉറപ്പാക്കണമെന്ന് ജനങ്ങൾ. വലിയൊരു ശതമാനം ആളുകളും ഇന്ന് ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനം പരിപാലിക്കുന്നതിനും പ്രാധാന്യം നൽകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന് ശേഷം ജമ്മു കശ്മീരിന്റെ ഭരണചക്രം തിരിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അവസരം ലഭിച്ചാലും റോഡ്, റെയിൽ, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വികസന പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. വിഘടനവാദം അവസാനിപ്പിച്ച് സമാധാനം ഉറപ്പാക്കാനായതോടെ കശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതുകൊണ്ട് തന്നെ ആര് അധികാരം നേടിയാലും സമാധാനം പരിപാലിക്കാൻ प्राधान्य നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. बहुत सारी चेंज होंगे. आप देख सकते हैं बाहर से यहाँ लोग आ रहे थे तो यहाँ पे कभी वो टेररिज्म होता था, वो सब अब नहीं हो रहा है. बहुत सारी चेंज आ रही है. अभी आप खुला घूम रहे हैं, वो सब अभी आप डेवलपमेंट तो बहुत सारे आप देख सकते हैं. स्मार्ट सिटी बन रही है, स्मार्ट बसेस आई है, यहाँ पे डेवलपमेंट हो रही है. पहले तो इतना नहीं था. जब से मोदी सरकार आई है तब से ये सब चल रहा है. ഇന്ന് വലിയൊരു ശതമാനം ആളുകളും ടൂറിസം മേഖലയെ ആശ്രയിച്ച് താഴ്വരയിൽ വരുമാനം കണ്ടെത്തുന്നുണ്ട്. കൂടാതെ റോഡ്, റെയിൽ ഗതാഗത മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും കശ്മീർ ജനത ആവശ്യപ്പെടുന്നു. വിനോദസഞ്ചാര മേഖലയിൽ അത്യപൂർവമായ വളർച്ചയാണ് ജമ്മു കാശ്മീരിലുണ്ടായതെന്നും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവുണ്ടായെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ കണക്കുകൾ സഹിതം പാർലമെന്റിൽ അറിയിച്ചിരുന്നു. റോഡ്, റെയിൽ കണക്ടിവിറ്റിയിലും ടൂറിസം മേഖലയിലും വിപ്ലവകരമായ മാറ്റത്തിനാണ് ജമ്മു കശ്മീർ സാക്ഷ്യം വഹിക്കുന്നത്. ആര് അധികാരം നേടിയാലും വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ശ്രീനഗറിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.